പ്രിയപ്പെട്ട കുട്ടികളെ, 8ാം ക്ലാസ്സിലെ കണക്കിൻ്റെ അടുത്ത അധ്യായത്തിലേക്ക് നമുക്കിന്ന് പ്രവേശിക്കാം. എല്ലാവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം. ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം റേഷ്യോ അഥവാ അംശബന്ധം എന്ന് പറഞ്ഞ പാഠഭാഗവുമായി ബന്ധപ്പെട്ട കണക്കുകളാണ് നമ്മൾ ചെയ്തത്. ഇന്ന് നമ്മൾ പുതിയ പാഠഭാഗമായിട്ടുള്ള ഏരിയ ഓഫ് ക്വാഡ്രിലാറ്ററൽസ് അഥവാ ചതുർഭുജങ്ങളുടെ പരപ്പളവുകൾ എന്ന് പറഞ്ഞ പാഠഭാഗത്തേക്കാണ് നമ്മളിന്ന് കയറുന്നത്. അപ്പം നമുക്ക് ആദ്യം തന്നെ എന്താണ് ഏരിയ അഥവാ പരപ്പളവ് എന്ന് പറഞ്ഞ ആശയം നല്ലപോലെ അറിഞ്ഞിരിക്കണം. എങ്കിൽ മാത്രമേ ഇതിനെക്കുറിച്ച് നന്നായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. വ്യത്യസ്ത രൂപങ്ങളുടെ ഏരിയകൾ നമുക്ക് അറിഞ്ഞിരുന്നാൽ മാത്രമേ ഭാവിയിൽ നമ്മൾ കണക്കിലേക്ക് നമുക്ക് വളരെ അത് പ്രയോജനപ്പെടുന്നുള്ളൂ. അപ്പോൾ ആ ഏരിയ അഥവാ പരപ്പളവ് എന്ന് പറഞ്ഞ ആശയം എന്താണെന്ന് നമുക്ക് ബോധ്യപ്പെടാൻ നമുക്ക് ഒരു കാർഡ്ബോർഡിൽ ടീച്ചർ ഒരു റെക്റ്റാങ്കിൾ വെട്ടിയിട്ടുണ്ട്. ഈ റെക്റ്റാങ്കിളിനെ 2 കളറുകളിലായിട്ടാണ് ടീച്ചർ ഇവിടെ കാണിച്ചു തന്നിരിക്കുന്നത്. നോക്കൂ, ഞാൻ ഇത് ഇങ്ങനെ ഒരു വെള്ള നിറത്തിലുള്ള ഒരു റെക്റ്റാങ്കിൾ, ഒരു വെള്ള പേപ്പറിലാണ് ടീച്ചർ വെട്ടിയിരിക്കുന്നത്. ആ വെള്ള പേപ്പറിലുള്ള റെക്റ്റാങ്കിളിന്റെ ഒരു ഭാഗം മുഴുവനായിട്ട് ടീച്ചർ കളർ പേപ്പർ ഒട്ടിച്ചിട്ടുണ്ട്. കണ്ടല്ലോ? അപ്പോൾ ഈ പുറം വെള്ളയും ഈ പുറം എന്താണ് കളറും ഉണ്ട്. അപ്പോൾ ഇവിടെ ഞാൻ ഒട്ടിക്കാൻ എടുത്തിട്ടുള്ള ഈ കളർ പേപ്പറിന്റെ അളവിനെയാണ് നമ്മൾ ഈ റെക്റ്റാങ്കിളിന്റെ ഏരിയ അഥവാ പരപ്പളവ് എന്ന് പറയുന്നത്. അതായത് ഒരു റെക്റ്റാങ്കിളിന് ലെങ്ത്തും ബ്രെഡ്ത്തും ഉണ്ടെന്ന് നമുക്കറിയാം, അഥവാ നീളവും വീതിയും ഉണ്ടെന്നറിയാം. ഈ നീളം ഇൻറ്റു വീതിയാണ് ഇതിന്റെ ഏരിയ അഥവാ പരപ്പളവ് എന്ന് നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. പക്ഷെ ആ പരപ്പളവ് എന്ന് പറയുന്നത് എന്താണ് എന്ന് ചോദിച്ചാൽ, ഇവിടെ ഒട്ടിച്ചിട്ടുള്ള ഈ കടലാസ് എത്ര വേണം, ഒട്ടിക്കാൻ എത്ര കടലാസ് വേണം എന്ന് നമുക്ക് ആദ്യമേ മുൻകൂട്ടി അറിഞ്ഞിട്ട് കടലാസ് മുറിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് വേസ്റ്റ് ആവില്ല. ബാക്കി ഭാഗങ്ങൾ നമുക്ക് കൃത്യമായിട്ട് അളന്ന് തന്നെ ആദ്യം തന്നെ മുറിക്കാൻ പറ്റും. അപ്പോൾ ഈ ഭാഗത്തിന്റെ അളവിനെയാണ്, പരന്ന ഭാഗത്തിന്റെ അളവിനെയാണ് നമ്മൾ പരപ്പളവ് അഥവാ ഏരിയ എന്ന് പറയുന്നത്. ഇത്തരത്തിലുള്ള റെക്റ്റാങ്കിളിന്റെ ഏരിയ കാണാൻ നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. ഇതിന്റെ ലെങ്ത്തിനെ ബ്രെഡ്ത്ത് കൊണ്ട് ഗുണിച്ചാൽ മതി, അഥവാ മൾട്ടിപ്ലൈ ചെയ്താൽ മതി എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി അപ്പൊ ഏരിയ എന്ന് പറഞ്ഞിട്ടുള്ള ആശയം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും. നമ്മുടെ വീട്ടില് റൂമില് ടൈല് നമ്മൾ നിലത്ത് പാകാറുണ്ട് അല്ലെ? അപ്പോൾ ആ നിലത്തിന്റെ ഏരിയ എന്താണോ അത്രയും ഏരിയ ടൈൽസ് ആണ് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കേണ്ടത്. അതേപോലെ നിങ്ങളുടെ വീടിന്റെ ചുമര് പെയിന്റ് അടിക്കുമ്പോൾ എത്ര പെയിന്റ് ആവശ്യമുണ്ട്? ഒരു ചുമര് മിക്കവാറും റെക്റ്റാങ്കിളോ സ്ക്വയറോ ആയിരിക്കും. ആ ചുമരില് പെയിന്റ് അടിക്കാൻ എത്ര പെയിന്റ് ആവശ്യമുണ്ട്? ഈ പെയിന്റിന്റെ അളവ് ഒക്കെ എന്താണ്? ഏരിയയാണ്. അതുപോലെ നമുക്ക് വീട് ഉണ്ടാക്കാൻ എത്ര സ്ഥലം വേണം, ഇത്ര സ്ക്വയർ ഫീറ്റിലാണ് ഞാൻ വീട് നിർമ്മിച്ചിരിക്കുന്നത് എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഏരിയ എന്ന് പറയുന്ന ആശയം നമ്മുടെ നിത്യജീവിതത്തിൽ വളരെയധികം ആവശ്യമുള്ള ഒന്നാണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ നമുക്ക് നിത്യജീവിതത്തിൽ പല തരത്തിലുള്ള ആകൃതികൾ അഥവാ ഷേപ്പുകളുമായിട്ട് നമ്മൾ ബന്ധപ്പെടേണ്ടി വരും. അപ്പോൾ ഓരോ ഷേപ്പിന്റെയും ഏരിയ കാണാൻ നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ നമ്മൾ ചെറിയ ക്ലാസ്സിൽ റെക്റ്റാങ്കിളിന്റെയും സ്ക്വയറിന്റെയും അതുപോലെ ട്രയാങ്കിളിന്റെയും ഏരിയകളാണ് കാണാൻ പഠിച്ചിരിക്കുന്നത്. സ്ക്വയറിന്റെ ഏരിയ നമുക്കറിയാം, സൈഡ് ഇൻറ്റു സൈഡാണ്, വശം ഇൻറ്റു വശം. അതുപോലെ നമ്മൾ ട്രയാങ്കിളിന്റെ ഏരിയ പലതരത്തിലുള്ള ട്രയാങ്കിളിന്റെ ഏരിയയെ കാണാനും നമ്മൾ 7ാം ക്ലാസ്സിൽ പഠിച്ചു. ഹാഫ് BH ആണ് അതിന്റെ കോമൺ ആയിട്ടുള്ള ഫോർമുല. ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഓൾട്ടിറ്റ്യൂഡ് ഓഫ് ദ ട്രയാങ്കിൾ, അഥവാ ഹാഫ് ഇൻറ്റു പാദം ഇൻറ്റു ലംബം. ഇതൊക്കെ നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചതാണ്. ഈ വർഷം നമ്മൾ 8ാം ക്ലാസ്സില് ക്വാഡ്രിലാറ്ററൽസിന്റെ ഏരിയ കാണാനാണ് പഠിച്ചിരിക്കുന്നത്. ഇപ്പൊ കഴിഞ്ഞ റേഷ്യോന്റെ തൊട്ട് മുമ്പത്തെ പാഠഭാഗം എന്തായിരുന്നു? കൺസ്ട്രക്ഷൻ ഓഫ് ക്വാഡ്രിലാറ്ററൽസ് ആയിരുന്നു. വിവിധ തരത്തിലുള്ള ചതുർഭുജങ്ങളുടെ നിർമ്മാണമാണ് നമ്മൾ പഠിച്ചത് അല്ലെ? അപ്പോൾ അത് നിർമ്മിക്കാൻ പഠിച്ച കുട്ടിക്ക് അതിന്റെ ഉള്ളിൽ വരുന്ന ഏരിയ അഥവാ പരപ്പളവ് എത്രയുണ്ട് എന്ന് കാണാനാണ് നമ്മൾ ഈ പാഠഭാഗത്തിൽ പഠിക്കുന്നത്. പ്രധാനമായിട്ടും ക്വാഡ്രിലാറ്ററൽസ് മാത്രമേയുള്ളൂ. അപ്പോൾ ആ ക്വാഡ്രിലാറ്ററൽസിന്റെ ഏരിയ കാണാനാണ് നമ്മൾ ഈ പാഠഭാഗത്തിലൂടെ പഠിക്കുന്നതെന്ന് മനസ്സിലാക്കാം. അപ്പോൾ നമുക്കറിയാം, നമ്മൾ ആദ്യം തന്നെ പരിചയപ്പെട്ടിട്ടുള്ള ക്വാഡ്രിലാറ്ററൽ പാരലോഗ്രാമും റോംബസും ആയിരുന്നു. ആദ്യം റെക്റ്റാങ്കിളും സ്ക്വയറും നമ്മൾ നിർമ്മിച്ചു, വ്യത്യസ്ത രീതിയിൽ നിർമ്മിച്ചു. അതിനുശേഷം നമ്മൾ പുതിയതായിട്ട് നമ്മൾ പഠിച്ചത് പാരലോഗ്രാമും റോംബസും ആയിരുന്നു.
കൺസ്ട്രക്ഷനിൽ പഠിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ റെക്റ്റാങ്കിളിന്റെയും സ്ക്വയറിന്റെയും ഏരിയ കാണാൻ നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ ആദ്യമായിട്ട് ഈ പാഠഭാഗത്തിൽ പഠിക്കാൻ പോകുന്നത് ഒരു പാരലോഗ്രാമിന്റെയും അഥവാ സാമാന്തരികത്തിന്റെ അഥവാ അടുത്തത് റോംബസ് അഥവാ സമഭുജ സാമാന്തരികത്തിന്റെ ഏരിയ എങ്ങനെയാണ് കണക്കാക്കുക എന്നുള്ളതാണ്. അതിൽ ഇന്നത്തെ ക്ലാസ്സിൽ ടീച്ചർ ആദ്യമായിട്ട് പറയാൻ പോകുന്നത് പാരലോഗ്രാമിന്റെ ഏരിയ മാത്രമാണ്. അടുത്ത ദിവസത്തെ ക്ലാസ്സിലാണ് ടീച്ചർ എന്ത് പറയുന്നത് സമഭുജ സാമാന്തരികം അഥവാ റോംബസിന്റെ ഏരിയ കാണാൻ പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. നമ്മുടെ കയ്യിൽ എന്താണുള്ളത്? ഒരു റെക്റ്റാങ്കിൾ ആണുള്ളത് അല്ലെ. അപ്പോൾ നമുക്കറിയാം ഇതിന്റെ ലെങ്ത് എല്ലും ഇതിന്റെ ബ്രെഡ്ത്ത് ബിയും ആയാൽ ഇതിന്റെ ഏരിയ എന്ന് പറയുന്നത് ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആയിരിക്കും എന്ന് നമുക്ക് അറിയാം. ഇനി ഞാൻ എന്ത് ചെയ്തു? ഞാനൊരു റെക്റ്റാങ്കിൾ എടുത്തത് 6 സെന്റിമീറ്റർ നീളത്തിലും 3 സെന്റിമീറ്റർ വീതിയിലും. ഇത് 6-നേക്കാളും 3-നേക്കാളും കൂടുതലുണ്ട്. കാരണം നിങ്ങൾക്ക് വീഡിയോയിൽ കാണണമെന്നുണ്ടെങ്കിൽ കുറച്ച് വലിപ്പത്തിലുള്ളതാണ് ഞാൻ വെട്ടിയിരിക്കുന്നത്. നിങ്ങൾ ചെയ്യേണ്ടത് 6 സെന്റിമീറ്റർ നീളവും 3 സെന്റിമീറ്റർ വീതിയുമുള്ള ഒരു റെക്റ്റാങ്കിൾ ഇതേപോലെ ഒരു കടലാസിൽ നിങ്ങൾ വെട്ടിയെടുക്കുക. ഒരെണ്ണം ആക്കണ്ട, 2 എണ്ണം വെട്ടിയെടുക്കുക. ഒരേ വലിപ്പത്തിൽ 2 റെക്റ്റാങ്കിളുകൾ വെട്ടിയെടുക്കുക. അതിൽ ഒരു റെക്റ്റാങ്കിളിനെ നിങ്ങളുടെ നോട്ട് ബുക്കിൽ ഇതേപോലെ ഒരു മാറ്റവും വരുത്താതെ ഇതേപോലെ നിങ്ങളുടെ നോട്ട് ബുക്കിൽ ഒട്ടിച്ചു വെക്കുക. അതിന്റെ കൂടെ നിങ്ങൾ വെട്ടിയെടുത്തിട്ടുള്ള രണ്ടാമത്തെ റെക്റ്റാങ്കിളില് ടീച്ചർ ഇത് അവിടെ ബോർഡിൽ കാണിച്ചിട്ടുണ്ട്. നിങ്ങൾ എത്രയാണ് എടുക്കാൻ പറഞ്ഞിരിക്കുന്നത്? 6ഉം 3ഉം. ആ രണ്ടാമത്തെ റെക്റ്റാങ്കിളില് നിങ്ങൾക്ക് ഇഷ്ടമുള്ള നീളം എടുക്കാം. ഞാനിവിടെ നിങ്ങളോട് പറയുന്നു, ഈ മുകൾ ഭാഗത്തുള്ള വശത്ത് ഇവിടെ 3 സെന്റിമീറ്ററില് ഇ എന്ന് പറഞ്ഞൊരു പോയിന്റ് അടയാളപ്പെടുത്തുക. രണ്ടാമത്തെ റെക്റ്റാങ്കിളില് എന്ത് ചെയ്യണം? ഇങ്ങനെ റെക്റ്റാങ്കിളിന്റെ മുകൾ ഭാഗത്ത് 3 സെന്റിമീറ്റർ അകലെയായിട്ട് ഇ എന്ന് പറഞ്ഞത് അടയാളപ്പെടുത്തുക. നിങ്ങൾക്ക് 3ഓ 2ഓ 1ഓ എത്ര വേണമെങ്കിലും എടുക്കാട്ടോ, ഒരു പ്രശ്നമില്ല. ടീച്ചർ 3 ഇവിടുത്തെ ഉദാഹരണം പറഞ്ഞു എന്ന് മാത്രം. അതിനുശേഷം ഈ ഇ എന്ന് പറഞ്ഞ പോയിന്റും എ എന്ന് പറഞ്ഞ പോയിന്റ് നിങ്ങൾ സ്കെയിൽ വെച്ച് യോജിപ്പിച്ചാൽ ഇത് 90 ഡിഗ്രി ആയതുകൊണ്ട് നിങ്ങൾക്കൊരു മട്ട ത്രികോണം അഥവാ റൈറ്റ് ട്രയാങ്കിൾ ആയിരിക്കുമല്ലോ കിട്ടുക. ADE എന്ന് പറഞ്ഞ ഒരു റൈറ്റ് ട്രയാങ്കിൾ നിങ്ങൾക്ക് കിട്ടുമല്ലോ. നിങ്ങൾ അടുത്തതായിട്ട് ചെയ്യേണ്ടത്, അത് കിട്ടിക്കഴിഞ്ഞാൽ ഈ AE എന്ന് പറഞ്ഞ സൈഡിലൂടെ കത്രിക ഉപയോഗിച്ച് ഈ റെക്റ്റാങ്കിളിന്റെ സൈഡ് വെട്ടിയെടുക്കുക. ഏതിലൂടെയാണ് വെട്ടേണ്ടത്? AE എന്ന് പറഞ്ഞ സൈഡ് വെട്ടിയെടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു റെക്റ്റാങ്കിൾ മാത്രം നിങ്ങളുടെ കയ്യിലേക്ക് പോരും. ശരിയാണല്ലോ? ഈ വെട്ടിയെടുത്ത റെക്റ്റാങ്കിൾ നിങ്ങൾക്ക് വേറെ മാറ്റി വെക്കാൻ പറ്റും. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത്, ഈ വെട്ടി മാറ്റിയ റെക്റ്റാങ്കിൾ ഈ ചതുരത്തിന്റെ ഈ വെട്ടി മാറ്റിയ റെക്റ്റാങ്കിൾ അല്ലാട്ടോ, ഈ വെട്ടി മാറ്റിയിട്ടുള്ള റൈറ്റ് ട്രയാങ്കിള് നിങ്ങൾ വെട്ടി മാറ്റുമ്പോൾ ഈ ഭാഗം ഇങ്ങനെയായി പോയിട്ടുണ്ടാകും, ഇങ്ങനെ ചെരിഞ്ഞു പോയിട്ടുണ്ടായിരിക്കും. ഈ റൈറ്റ് ട്രയാങ്കിൾ അഥവാ മട്ട ത്രികോണത്തിനെ റെക്റ്റാങ്കിളിന്റെ മറ്റേ പുറത്തേക്ക് ചേർത്ത് വെക്കുക. എങ്ങനെ ചേർത്ത് വെക്കണം? ഇവിടെ നിന്ന് മുറിഞ്ഞു പോയ കഷ്ണം ഇവിടെ കൂട്ടി കൊടുക്കണം. ഇവിടെ നിന്ന് എത്ര കുറഞ്ഞോ അത് ഇവിടേക്ക് കൂട്ടി കൊടുക്കുക. അതേപോലെ അങ്ങനെ തിരിച്ചു വെച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് മുറിഞ്ഞതിന്റെ ഈ കഷ്ണം ഈ ഭാഗത്തേക്ക് വരും. അപ്പോൾ നോക്കൂ, നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള പുതിയ രൂപം ABFE എന്ന് പറയുന്നത് ഇത് 3 ആണ്. ഇവിടെയും 3 ആയിട്ട് വരും. ABFE എന്ന് പറയുന്നതിന്റെ രൂപം നോക്കൂ, ഈ 2 സൈഡും പാരലലാണ്, ഈ 2 സൈഡും പാരലലായിട്ട് വരും. ഇത് എന്തായിട്ട് മാറുന്നു? ഒരു പാരലോഗ്രാം ആയിട്ട് മാറുന്നത് നമുക്ക് കാണാം. അപ്പോൾ നമ്മളിപ്പോ എന്താ ചെയ്തത്? ഒരു റെക്റ്റാങ്കിളിന്റെ ഒരു കോർണറിൽ നിന്ന് ഒരു മട്ടത്രികോണം അഥവാ ഒരു റൈറ്റ് ട്രയാങ്കിൾ മുറിച്ചെടുത്ത് മറ്റേ ഭാഗത്തെ ചേർത്ത് വെച്ച് റെക്റ്റാങ്കിളിനെ എന്ത് ചെയ്തു? ഒരു പാരലോഗ്രാം ആക്കി മാറ്റി. ക്ലിയർ ആയല്ലോ? അങ്ങനെ ടീച്ചർ ചെയ്തിട്ടുള്ള ഒരു വർക്ക് നിങ്ങൾക്ക് ഇവിടെ കാണിച്ചു തരാം. ടീച്ചർ കുറച്ച് വിട്ടിട്ട് കാണിച്ചിരിക്കുന്നത്, ടീച്ചറോടെ ചേർത്ത് വെച്ചിരിക്കുന്നത് നിങ്ങൾക്ക് വ്യത്യാസം കാണാനാണ്. നിങ്ങൾ ചെയ്യുമ്പോൾ ഇങ്ങനെ ഗ്യാപ്പ് ഇടാതെ ചേർത്ത് വെക്കണം. നോക്കൂ, ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ ടീച്ചറോട് അങ്ങനെ ഈ വെള്ള ഭാഗം ചേർത്ത് വെച്ച് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് ഇത് കൃത്യമായിട്ട് മനസ്സിലാവും. നോക്കൂ, ഈ റെക്റ്റാങ്കിളിന്റെ അടിഭാഗത്തെ റെക്റ്റാങ്കിളിന്റെയും മുകൾ ഭാഗത്തുള്ള പാരലോഗ്രാമിന്റെയും ഒരു സൈഡിന്റെ വലിപ്പം സെയിം ആണല്ലോ. ആർക്കും വ്യത്യാസം തോന്നുന്നില്ലല്ലോ, രണ്ടും ചേർന്നിരിക്കുന്നുണ്ട്.
അതേസമയം ഇവിടെ നിങ്ങൾക്ക് കാണാം, ഇവിടെ ടീച്ചർ ഇങ്ങനെ തിരിച്ചു വെക്കുമ്പോൾ എങ്ങനെയാണ് വരിക, ഇവിടെ എടുത്തതിന് പകരം ടീച്ചർ ഇവിടെ നിന്ന് ഇങ്ങോട്ട് എടുത്തു, ഇവിടെ ഒരു 3 സെന്റിമീറ്ററിൽ വരച്ചിട്ട് ഇതിനെ യോജിപ്പിച്ചിട്ട് എന്ത് ചെയ്തു എന്നറിയോ, ഇവിടെ നിന്നുള്ള ട്രയാങ്കിളിനെ വെട്ടിയെടുത്തിട്ട്, അപ്പൊ ഇവിടുത്തെ ട്രയാങ്കിൾ അവിടുന്ന് പോയി, ഈ പോയതിന് പകരം ഇവിടെ കൂടിച്ചേർത്തു, ഇവിടെ അതേ ട്രയാങ്കിൾ ഇവിടെ ആയിട്ട് വന്നു. അപ്പോൾ ഇത് എന്തായിട്ട് മാറുന്നു, ഒരു പാരലോഗ്രാം ആയിട്ട് മാറുന്നു. അപ്പോൾ നമ്മളിപ്പോ ചെയ്തത് എന്താണ്, ഈ റെക്റ്റാങ്കിളിനെ എന്ത് ചെയ്തു, ഇതിന്റെ ഒരു അറ്റത്തിൽ നിന്ന് ഒരു റൈറ്റ് ട്രയാങ്കിൾ ഒരു കോർണറിൽ നിന്ന് മുറിച്ചെടുത്ത് മറുഭാഗത്ത് ചേർത്ത് വെച്ചപ്പോൾ റെക്റ്റാങ്കിളിൽ നിന്ന് എന്തിനെ ഉണ്ടാക്കി, ഒരു പാരലോഗ്രാം അഥവാ ഒരു സാമാന്തരികം ഉണ്ടാക്കി. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ നോട്ട് ബുക്കിൽ ചെയ്യേണ്ടത്, ഇത് നിങ്ങളുടെ കൈകളിലൂടെ ചെയ്ത് പഠിച്ചാലേ നിങ്ങൾക്ക് ഇത് മനസ്സിലാവുള്ളൂ. നിങ്ങൾ ചെയ്ത് പഠിക്കേണ്ടത് 2 റെക്റ്റാങ്കിളുകൾ ഒരുമിച്ച് വെട്ടിയെടുക്കുക. ആദ്യത്തെ റെക്റ്റാങ്കിള് ഒരേ അളവിൽ വെട്ടണം, 6 3 18, 6 × 3 6 3 6 3 വെട്ടി. അടുത്തതില് ഇതിനെ പാരലോഗ്രാം ആക്കി മാറ്റിയതും അതിന്റെ തൊട്ടടുത്ത് ഒട്ടിക്കുക. അതായത് റെക്റ്റാങ്കിൾ ആദ്യം ഒട്ടിച്ചു, അതിന്റെ വലതുഭാഗത്ത് അതിൽ നിന്നുണ്ടാക്കിയിട്ടുള്ള പാരലോഗ്രാമും നിങ്ങൾ ഒട്ടിച്ചു വെക്കുന്നു. അപ്പോൾ നമുക്ക് മനസ്സിലായി റെക്റ്റാങ്കിളിൽ നിന്ന് എന്തുണ്ടാക്കാം, പാരലോഗ്രാം ഉണ്ടാക്കാം. ഇനി നോക്കൂ, ഇതിനകത്ത് എത്ര കളറിംഗ് പേപ്പർ ഉപയോഗിച്ചോ, ഈ ഒരു റെക്റ്റാങ്കിളിനെ ആണല്ലോ ഞാൻ ഇങ്ങനെ രൂപം മാറ്റിയത്. ഇതിന്റെ എന്ത് മാത്രമാണ് ഇപ്പൊ മാറിയത്, ഇത് റെക്റ്റാങ്കിൾ എന്ന് പറഞ്ഞിട്ടുള്ള രൂപം എന്തായിട്ട് മാറി, പാരലോഗ്രാം ആയിട്ട് മാറി. ഇതിന്റെ മുകൾ ഭാഗത്ത് ഒട്ടിക്കാൻ ഞാൻ എത്ര കടലാസ് എടുത്തുവോ അത്രയും അളവ് കടലാസ് തന്നെയല്ലേ ഇതിനും വേണ്ടി വന്നിട്ടുണ്ടാവുക. കാരണം എന്താ, ഈ റെക്റ്റാങ്കിളിനെ ഇവിടുന്ന് കട്ട് ചെയ്തിട്ട് ഇവിടുന്ന് ഇങ്ങോട്ട് ചേർത്തിട്ട് ബാക്കി ഭാഗം പുറത്ത് ചേർക്കുക ചെയ്തത്. അപ്പോൾ എത്ര മുറിച്ചു മാറ്റിയോ അത്രയും ഇവിടെ കൂട്ടിച്ചേർത്തിട്ടുണ്ട്. ഇതിന് എത്ര കടലാസ് ഉപയോഗിച്ചുവോ അത്രയും കടലാസ് തന്നെയാണ് ഈ പാരലോഗ്രാമില് മുകൾ ഭാഗത്ത് ഒട്ടിക്കാനും എനിക്ക് ചെലവായിരിക്കുന്നത്. എന്താണ് അതിന്റെ അർത്ഥം? പറയൂ. ഈ റെക്റ്റാങ്കിളിന്റെ ഏരിയ അഥവാ പരപ്പളവ് എന്താണോ അത് തന്നെയാണ് ഈ പാരലോഗ്രാം അഥവാ സാമാന്തരികത്തിന്റെയും ഏരിയ. അപ്പോൾ ഏരിയ മാറിയിട്ടില്ല, പക്ഷെ എന്ത് മാറ്റി, ഷേപ്പ് മാറ്റി. നമ്മളുടെ വീട്ടില് നമ്മൾ റീകൺസ്ട്രക്ഷൻ ചെയ്യുന്ന സമയത്ത് നമ്മളെ ചതുരാകൃതിയിലുള്ള റൂമിനെ നമ്മൾ സമചതുരാകൃതിയിലൊക്കെ മാറ്റാറുണ്ട്. അപ്പോൾ ഇവിടെ ഷേപ്പ് മാറി, പക്ഷെ എന്ത് മാറിയില്ല, ഏരിയ മാറിയില്ല. ഇതിന്റെ ഏരിയ ഇത് 6ഉം ഇത് 3ഉം എടുത്തത് കൊണ്ട് ഇതിന്റെ ഏരിയ 18 സ്ക്വയർ സെന്റിമീറ്റർ ആണെന്ന് നമുക്കറിയാം. അതേ ഏരിയ തന്നെയാണ് ഈ പാരലോഗ്രാമിന്റെയും ഏരിയ. അപ്പോൾ റെക്റ്റാങ്കിളിൽ നിന്ന് ഒരു പാരലോഗ്രാം ഉണ്ടാക്കിയത് എങ്ങനെയാണ്, ഏരിയ സെയിം ആക്കിയിട്ടാണ്. അപ്പോൾ എന്റെ ചോദ്യം, ഇതിന്റെ ഏരിയ അപ്പൊ നമ്മുടെ കയ്യിൽ കിട്ടി. എത്രയാണ് ഏരിയ? അതിൽ എത്ര സ്ക്വയർ സെന്റിമീറ്റർ കടലാസ് ഉപയോഗിച്ചിട്ടുണ്ട്? 18 സ്ക്വയർ സെന്റിമീറ്റർ കടലാസ് ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷെ പരീക്ഷയ്ക്ക് നമുക്ക് ഇതേപോലെ നമ്മളോട് ഒരു പാരലോഗ്രാമിന്റെ ഏരിയ കാണാൻ പറഞ്ഞാൽ ഇതേപോലെ നമുക്ക് ഏത് റെക്റ്റാങ്കിളിൽ നിന്നാണ് ഉണ്ടാക്കിയത് എന്നൊക്കെ ചിന്തിച്ചിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ ഇനി നമ്മൾ അടുത്ത ഘട്ടത്തിലേക്ക് പോകുന്നത്, ഇതിന്റെ ഈ പാരലോഗ്രാമിന്റെ ഏരിയ നമുക്ക് എങ്ങനെ വെട്ടാതെ മുറിക്കാതെ നമുക്ക് എളുപ്പത്തിൽ കാണാം. ആദ്യം ഇത് തമ്മിലുള്ള ബന്ധം നമ്മൾ പഠിച്ചു. റെക്റ്റാങ്കിളിന്റെ ഏരിയയും പാരലോഗ്രാമിന്റെ ഏരിയയും തമ്മിൽ ബന്ധമുണ്ടെന്ന് മനസ്സിലാക്കാനാണ് ഇത് ഞാൻ കാണിച്ചു തന്നത്. ഇനി നമുക്ക് ഇതിനെ രണ്ടിനെയും പതുക്കെ ഒഴിവാക്കി ഒരു പാരലോഗ്രാമിന്റെ ഏതൊക്കെ അളവുകൾ അറിഞ്ഞാൽ നമുക്കതിന്റെ ഏരിയ കണക്കാക്കാം എന്നതിലേക്കാണ് നമ്മൾ അടുത്ത സ്റ്റെപ്പായിട്ട് പോകുന്നത്. അപ്പൊ നോക്കൂ, നമ്മൾ ആദ്യം എടുത്തിരുന്ന റെക്റ്റാങ്കിളിന്റെ ഒരു സൈഡ് 6ഉം ഒരു സൈഡ് 3ഉമാണ്. അപ്പോൾ ആ റെക്റ്റാങ്കിളിന്റെ ഏരിയ എന്ന് പറയുന്നത് എന്താണ്? 18 ആണ്. 6 × 3 = 18. അതിൽ നിന്ന് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ഈ ഷെയ്ഡ് ചെയ്തിട്ടുള്ള പാരലോഗ്രാമിന്റെ അഥവാ സാമാന്തരികത്തിന്റെ ഏരിയയും എന്ത് തന്നെയാണ്? 18 തന്നെയാണ്. അപ്പോൾ ഈ 18 നോക്കൂ, ഈ AB എന്ന് പറയുന്ന സൈഡ് പാരലോഗ്രാമിന്റെയും സൈഡാണ്. അത് ഉണ്ടാക്കാൻ ഉപയോഗിച്ചിട്ടുള്ള റെക്റ്റാങ്കിളിന്റെയും സൈഡാണ്. ABക്ക് ഒരു മാറ്റവും വന്നിട്ടില്ല. അപ്പോൾ പാരലോഗ്രാമിന്റെ ഒരു സൈഡാണ് 6. ഇനി നോക്കൂ, ഈ 6നെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണല്ലോ 18 കിട്ടുന്നത്. അപ്പോൾ ഈ സൈഡിന്റെ നീളം, ഈ AE എന്ന് പറയുന്ന സൈഡിന്റെ നീളം എന്തല്ല? 3 അല്ല, ഈ സൈഡാണ്. AD എന്ന് പറയുന്നതാണ് 3. ഈ AD എന്ന് പറയുന്ന ഈ 3
ഈ രണ്ട് സമാന്തര വരകൾ അഥവാ പാരലൽ ലൈൻസുകൾ തമ്മിലുള്ള അകലമാണല്ലോ 3. ഇത് രണ്ടും പാരലൽ ആയതുകൊണ്ട് പാരലോഗ്രാമിലും ഈ ലെങ്ത് എന്ന് പറയുന്നത് എന്തായിരിക്കും? 3 ആയിരിക്കും. അപ്പോൾ പാരലോഗ്രാമിന്റെ ഏരിയ നമുക്ക് 6 × 3 ആണല്ലോ 18. അപ്പൊ എന്താണ് 6, എന്താണ് 3? ഒരു പാരലോഗ്രാമിന്റെ ഏരിയ എന്ന് പറയുന്നത് അതിന്റെ ഒരു സൈഡിനെ, ഒരു പാരലോഗ്രാമിനെ നമ്മൾ വെറുതെ ഇങ്ങനെ മാറ്റി വരച്ചു കഴിഞ്ഞാൽ, റഫായിട്ട് വരച്ചു കഴിഞ്ഞാൽ അതിന്റെ ഒരു സൈഡ് ബിയും, ഏതെങ്കിലും ഒരു സൈഡ് ബിയും, ആ സൈഡിൽ നിന്ന് ഓപ്പോസിറ്റ് സൈഡിലേക്കുള്ള അകലം എച്ചുമായാൽ, ഇവിടെ നോക്കൂ, ഇത് 6ഉം ഇവിടെ 3ഉം എടുത്തതുകൊണ്ടാണ് 6 3 18 കിട്ടിയത്. ഒരു സൈഡ് ബിയും ആ സൈഡിൽ നിന്ന് അതിന്റെ ഓപ്പോസിറ്റ് സൈഡിലേക്കുള്ള, അഥവാ അതിന്റെ ഓപ്പോസിറ്റ് സൈഡിന് പാരലൽ ആയിരിക്കും, ആ പാരലൽ സൈഡിലേക്കുള്ള ഡിസ്റ്റൻസും നമുക്ക് അറിഞ്ഞാൽ 6 × 3 സമം എത്രയാണ്? 18 എന്ന് നമുക്ക് കിട്ടും. ക്ലിയർ ആയല്ലോ? ഇനി അങ്ങനെയാണെങ്കിൽ ഇതിപ്പോ ഈ ABCD എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പാരലോഗ്രാമിന്റെ AB എന്ന് പറഞ്ഞ സൈഡാണ് തന്നിരിക്കുന്നത്. അതിന്റെ ഓപ്പോസിറ്റ് സൈഡിലേക്കുള്ള അകലം എത്രയാണ്? 3 ആണ്. അങ്ങനെയാണെങ്കിൽ ഈ BCയുടെ നീളം 2 സെന്റിമീറ്റർ ആണെന്ന് വിചാരിക്കുക. അപ്പൊ നമുക്ക് ഈ സൈഡ് അല്ല തന്നിരിക്കുന്നത്, ഇപ്പുറത്തെ സൈഡാണ് തന്നിരിക്കുന്നത്. BCയുടെ സൈഡ് നീളമാണ് 2 സെന്റിമീറ്റർ എങ്കിൽ അടുത്തത് നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത് ഈ BCയിൽ നിന്ന് ഈ ADയിലേക്കുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ് നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത്. അപ്പോൾ ഇത് ഏരിയ 18 ആയതുകൊണ്ട് ഇത് 2 ഉണ്ടെങ്കിൽ ഇത് എത്ര ഉണ്ടായിരിക്കും? 9 ഉണ്ടായിരിക്കും. കാരണം എന്താ? മൾട്ടിപ്ലൈ ചെയ്താൽ 18 കിട്ടണ്ടേ? അപ്പോൾ ഇത് 2 ഉണ്ടെങ്കിൽ 2നെ ഏതുകൊണ്ട് ഗുണിച്ചാലാണ് 18 കിട്ടുക? 9 കൊണ്ട് ഗുണിച്ചാലാണ് കിട്ടുക. അപ്പോൾ നോക്കൂ, ഈ സൈഡ് തന്നാൽ ഈ സൈഡിൽ നിന്ന് അതിന്റെ ഓപ്പോസിറ്റ് സൈഡിലേക്കുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് അറിഞ്ഞിരിക്കണം. ഇനി ഈ സൈഡാണ് തന്നിരിക്കുന്നതെങ്കിൽ അതിൽ നിന്ന് അതിന്റെ ഓപ്പോസിറ്റ് സൈഡിലേക്കുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് അറിഞ്ഞാൽ നമുക്കൊരു പാരലോഗ്രാമിന്റെ ഏരിയ നമുക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ എന്തൊക്കെയാണ് ഒരു പാരലോഗ്രാമിന്റെ ഏരിയ കാണാൻ നമുക്ക് വേണ്ടത്? സാമാന്ത്രികത്തിന്റെ പരപ്പളവ് കാണാൻ വേണ്ടത് ഒരു സൈഡും അറിഞ്ഞിരിക്കണം, ആ സൈഡിൽ നിന്ന് അതിന്റെ ഓപ്പോസിറ്റ് സൈഡിലേക്കുള്ള അകലവ് നമുക്ക് തന്നിരിക്കണം. അപ്പോൾ നിങ്ങൾ ഒരു റെക്റ്റാംഗിളിൽ നിന്ന് എന്തുണ്ടാക്കാൻ പഠിച്ചു? ഒരു പാരലോഗ്രാം ഉണ്ടാക്കാൻ പഠിച്ചു. ക്ലിയർ ആയല്ലോ? ഇതിന്റെ ഒരു കൺസ്ട്രക്ഷൻ ആയിട്ടുള്ള ചോദ്യം നമ്മുടെ കയ്യിലുണ്ട്. ഇതിപ്പോ നമ്മൾ വെട്ടി ഉണ്ടാക്കിയതാണ്. ഇനി നമ്മളോട് ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നത് വെട്ടാതെ നമ്മൾ കൺസ്ട്രക്ഷൻ, നമ്മൾ കോമ്പസും സ്കെയിലൊക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് അളവുകൾ തന്നിട്ട് ചെയ്യാനുള്ള വർക്ക് ഉണ്ട്. അപ്പൊ നമുക്ക് അതിനെ കുറിച്ച് കൂടുതലായിട്ട് പഠിക്കാം. ഇനി നോക്കൂ, നമുക്ക് ഈ ടീച്ചർ വേറൊരു റെക്റ്റാംഗിൾ എടുത്തു. ഈ റെക്റ്റാംഗിളിൽ നിന്ന് ഒരു റോംബസ് അഥവാ ഒരു സമഭുജ സാമാന്തരികം ഉണ്ടാക്കണം. എന്താണ് വഴി? അപ്പൊ നമുക്കറിയാം, സാമാന്തരികം ഉണ്ടാക്കാൻ ഒരു കോർണറിൽ നിന്ന് നമുക്ക് ഇഷ്ടമുള്ള അളവിൽ ഇവിടെ അടയാളപ്പെടുത്തി നമ്മൾ റൈറ്റ് ട്രയാങ്കിൾ വെട്ടിയെടുത്താൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ബേസും ഈ സൈഡും ഈക്വൽ ആവണമെന്ന് നിർബന്ധമില്ല. അതേസമയം ഒരു റോംബസ് ഉണ്ടാക്കണമെങ്കിൽ ആ റോംബസിന്റെ 4 സൈഡുകളും എന്തായിട്ട് വരണം? ഈക്വൽ ആയിട്ട് വരണം. അപ്പോൾ നമ്മൾ ഇവിടെ മുറിച്ചെടുക്കുന്നത് വളരെ ശ്രദ്ധിക്കാനുണ്ട്. എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? അതും നിങ്ങൾ ചെയ്യേണ്ട ഒരു കൺസ്ട്രക്ഷൻ വർക്കാണ്. ടീച്ചർ ഇവിടെ വരച്ച് കാണിച്ചു തരാം, റഫായിട്ട് വരച്ച് കാണിച്ചു തരാം. ഒരു റെക്റ്റാംഗിളിൽ നിന്ന് നമ്മൾ എന്താണ് ഉണ്ടാക്കുന്നത്? ഒരു റോംബസ് ഉണ്ടാക്കണം. റോംബസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ 4 സൈഡും എന്തായിട്ട് മാറണം? ഈക്വൽ ആയിട്ട് മാറണം. അപ്പോൾ ABCD. ഇപ്പൊ നമുക്കറിയാം, നമ്മൾ റെക്റ്റാംഗിളിൽ നിന്ന് പാരലോഗ്രാം ഉണ്ടാക്കുമ്പോൾ അതിന്റെ ബേസ് രണ്ടും സെയിം ആക്കുകയാണ് പതിവ്. അപ്പോൾ ഈ ABയുടെ നീളം 6 ഉണ്ടെങ്കിൽ ഇവിടെ കിട്ടുന്ന പാരലോഗ്രാമിന്റെ ഈ സൈഡും എത്ര തന്നെ വരണം? 6 തന്നെ വരണം. എങ്കിൽ മാത്രമേ അത് എന്തായിട്ട് മാറുന്നുള്ളൂ? റോംബസ് ആയിട്ട് മാറുന്നുള്ളൂ. അപ്പോൾ ഇവിടെ നമ്മൾ ഒരു 6 സെന്റിമീറ്റർ കോമ്പസിൽ എടുത്തിട്ട് ഇവിടെ കട്ട് ചെയ്ത് ഇവിടെ അടയാളപ്പെടുത്തുക. ഈ അടയാളപ്പെടുത്തുമ്പോൾ ശ്രദ്ധിക്കണം, ഈ ഇവിടെ നിന്ന് ഈയിലേക്കുള്ള നീളം എത്ര സെന്റിമീറ്റർ ആകണം? 6 സെന്റിമീറ്റർ ആകണം. അപ്പോൾ നമ്മൾ ഈ കഷ്ണങ്ങൾ മുറിച്ചു മാറ്റി കഴിഞ്ഞാൽ ഇവിടെ മുറിച്ചു മാറ്റിയതിന്റെ ഇവിടെ ചേർത്ത് വെക്കുന്നതിന്റെ നീളവും എത്രയുണ്ടായിരിക്കും? 6 സെന്റിമീറ്റർ ഉണ്ടായിരിക്കും. അപ്പോൾ ആ 6 സെന്റിമീറ്ററിൽ അതിനെ വെട്ടിയിട്ട് ഇങ്ങോട്ട് ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ
അപ്പൊ നോക്കൂ, ഇത് 6 ഉള്ളത് കൊണ്ട് മുകൾ ഭാഗവും എത്ര ഉണ്ടായിരുന്നു? 6 ഉണ്ടായിരുന്നു. അതിൽ ഇവിടെ 4 ഇവിടെ എത്ര കഷ്ണം മുറിഞ്ഞു പോയപ്പോൾ ഇവിടെ 4 സെന്റിമീറ്റർ ആണ് മുറിഞ്ഞു പോയതെന്ന് വിചാരിക്കാം. 4 സെന്റിമീറ്റർ ആയിരിക്കില്ല. അപ്പോൾ ആ 4 ഇങ്ങോട്ട് കൂട്ടി ചേർത്ത് വെക്കുന്ന സമയത്ത് ഇവിടുത്തെ മുറിഞ്ഞു പോയ ഭാഗം ഇങ്ങോട്ട് കൂടി. അപ്പൊ ഇതും എത്ര സെന്റിമീറ്റർ തന്നെയായി മാറി? 6 സെന്റിമീറ്റർ തന്നെയായിട്ട് മാറി. ഇവിടുന്ന് മുറിഞ്ഞതിന്റെ കഷ്ണമാണല്ലോ ഇവിടെ ചേർന്നിരിക്കുക. ഇതും എത്ര സെന്റിമീറ്റർ ആകും? 6 സെന്റിമീറ്റർ ആകും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഒരു റെക്റ്റാങ്കിളിൽ നിന്ന് നമുക്ക് എന്തും ഉണ്ടാക്കാം. ഒരു റോംബസ് അഥവാ ഒരു സമഭുജ സാമാന്തരികം നമുക്ക് ഉണ്ടാക്കാം. അങ്ങനെ ഉണ്ടാക്കിയിട്ടുള്ള രൂപം ടീച്ചർ കാണിച്ചു തരാം. നോക്കൂ, ഇതിന്റെ രണ്ടിന്റെയും ബേസുകൾ ഈക്വൽ ആണെന്ന് നമുക്ക് കാണാം. നോക്കൂ, ഇത് റെക്റ്റാങ്കിളിന്റെ ഒരു സൈഡ് 6 സെന്റിമീറ്റർ, അതേ നീളമാണ് ഇതിന്റെ ഒരു സൈഡിനും ഉള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്നിട്ട് ഈ റെക്റ്റാങ്കിളിന്റെ ഈ കോർണറിൽ നിന്ന് മുകൾ ഭാഗത്തേക്ക് എത്ര സെന്റിമീറ്റർ അടയാളപ്പെടുത്തുന്നു? 6 സെന്റിമീറ്റർ അടയാളപ്പെടുത്തുന്നു. ഇവിടെ യോജിപ്പിച്ച് ഈ ഭാഗം ഇവിടെ വെട്ടുക. ഈ ഭാഗം വെട്ടിയിട്ട് നോക്കൂ, ഇതായിരുന്നു 6 സെന്റിമീറ്റർ ഉണ്ടായിരുന്നത്. ഈ 6 സെന്റിമീറ്റർ ഈ ബേസിൽ നിന്ന് ഈ കോർണറിലേക്ക് 6 സെന്റിമീറ്ററിൽ കട്ട് ചെയ്തു. അപ്പൊ നിങ്ങൾക്ക് കാണാൻ, കൃത്യമായിട്ട് കാണാം, ഇവിടെയാണ് മുറിഞ്ഞിരിക്കുന്നത്. കണ്ടല്ലോ, ഈ മുറിച്ച ഭാഗമാണ് ഇത്. ഈ കഷ്ണം അങ്ങനെ ആടി കളിക്കുന്ന ഈ കഷ്ണം, ഇത് ഇവിടെ ഗ്യാപ്പ് ഉണ്ട്. ഗ്യാപ്പ് വേണ്ട ആവശ്യമില്ല. ഞാനിവിടെ ഒട്ടിച്ചതാണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് കുറച്ച് നിങ്ങൾക്ക് വിട്ട് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടുന്ന് മുറിച്ചെടുത്തിട്ടുള്ള ഈ റൈറ്റ് ട്രയാങ്കിള് അതിന്റെ വലത് ഭാഗത്ത് കൂട്ടിച്ചേർത്ത് കൊടുത്തപ്പോൾ ഇത് 6 സെന്റിമീറ്റർ ഉണ്ടെന്ന് നമുക്കറിയാം. ഞാൻ ഇവിടെ കട്ട് ചെയ്യാൻ എടുത്ത നീളം 6 സെന്റിമീറ്റർ ആണ്. അപ്പൊ ഇത് 6 ഉണ്ട്. ഇവിടുന്ന് മുറിച്ചെടുത്ത ഭാഗമാണ് ഇത്. ഇതും എത്രയുണ്ട്? 6 ഉണ്ട്. നമ്മൾ ആദ്യം ഇത് എടുത്തപ്പോൾ റെക്റ്റാങ്കിൾ എടുത്തപ്പോൾ അടിയിൽ 6 മുകൾ ഭാഗത്തും 6 ആയിരുന്നല്ലോ. അപ്പോൾ ഈ 6-ല് ഇവിടെ വന്ന കുറവ് ഇവിടെ കൂടി. അപ്പോൾ ഈ സൈഡും എന്തായിട്ട് മാറി? 6 സെന്റിമീറ്റർ ആയിട്ട് മാറി. അപ്പോൾ ഇപ്പൊ നമ്മൾ എന്താണ് ഉണ്ടാക്കാൻ പഠിച്ചത്? ഒരു റെക്റ്റാങ്കിളിൽ നിന്ന് ഒരു റോംബസ് ഉണ്ടാക്കാനും നമ്മൾ പഠിച്ചു. പാരലോഗ്രാം ഉണ്ടാക്കാൻ എളുപ്പമാണ്. നിങ്ങൾക്ക് ഇവിടെ അടയാളപ്പെടുത്തുന്ന പോയിന്റ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എടുക്കാം. പക്ഷെ ഇതിൽ നിന്ന് ഒരു റോംബസ് അഥവാ സമഭുജ സാമാന്തരികം ഉണ്ടാക്കണമെങ്കിൽ അടിഭാഗത്തിന്റെ നീളം എത്രയാണോ അത്രയും നീളം വേണം. ഇവിടുന്ന് ഇങ്ങോട്ട് അടയാളപ്പെടുത്താനല്ല, ഈ കോർണറിൽ നിന്ന് ഇവിടേക്ക് നമ്മൾ ആർക്ക് ഉപയോഗിച്ച് കട്ട് ചെയ്യാൻ. അത് കൺസ്ട്രക്ഷൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഒന്നുകൂടി മനസ്സിലാകും. ആ വീഡിയോ കൂടെ കണ്ടതിന് ശേഷം ഇതേപോലെ നിങ്ങൾ ഇങ്ങനെ ഒട്ടിച്ചതിന്റെ ചോടെ നിങ്ങളുടെ നോട്ട് ബുക്കിൽ ഒരേ അളവിലുള്ള 2 റെക്റ്റാങ്കിളും കൂടെ വീണ്ടും വെട്ടുക. അതിലൊരെണ്ണം ഇങ്ങനെ ഒട്ടിക്കുക. അതിൽ നിന്നുണ്ടാക്കിയിട്ടുള്ള റോംബസിനെ അതിന്റെ തൊട്ടടുത്തായിട്ട് അടയാളപ്പെടുത്തുക. അപ്പോൾ ഇതിന്റെ രണ്ടിന്റെയും പ്രത്യേകത എന്താണ്? ഇതിന്റെ ഏരിയയും 18 ആണ്, ഇതിന്റെ ഏരിയയും 18 ആണ്. അപ്പോൾ ഒരേ അളവുകളുള്ള റെക്റ്റാങ്കിളും പാരലോഗ്രാമും റോംബസും ഉണ്ടാക്കാൻ നമ്മൾ പഠിച്ചു. അഥവാ ഒരേ പരപ്പളവുള്ള സമചതുരവും സാമാന്തരികവും സമഭുജ സാമാന്തരികവും എങ്ങനെയാണ് നമ്മൾ പേപ്പറിൽ വെട്ടിയെടുക്കുക എന്നാണ് നമ്മൾ പഠിച്ചത്. അതിൻ്റെ കൂടെ നമ്മൾ അതിൻ്റെ ഏരിയയും കാണാൻ പഠിച്ചു. അപ്പോൾ നോക്കൂ, സാമാന്തരികത്തിന്റെ ഏരിയ എങ്ങനെയാണോ കാണുന്നത് അത് തന്നെയാണ് റോംബസിന്റെയും ഏരിയ. റോംബസിന് ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. റോംബസിന്റെ 4 സൈഡുകളും ഈക്വൽ ആയതുകൊണ്ട് അപ്പുറത്തെ ഇപ്പുറത്തെ സൈഡൊന്നും ഒരു വിഷയമില്ല. ഒരു സൈഡ് ബി ആണെങ്കിൽ ഇതെല്ലാം ബി ആയിരിക്കും. ഈ ബിയിൽ നിന്ന് അതിന്റെ ഓപ്പോസിറ്റ് സൈഡിലേക്കുള്ള അകലം എച്ച് ആണെങ്കിൽ റോംബസിന്റെ ഏരിയയും എന്ത് തന്നെയാണ്? ബി ഇൻറ്റു എച്ച് ആണെന്ന് മനസ്സിലാക്കുക. ഇനി മറ്റൊരു കാര്യം കൂടി, ഇത് മറ്റൊരു രീതിയിൽ നമുക്കിതിനെ പാരലോഗ്രാമിന്റെ ഏരിയ നമുക്ക് പറയാം. നമുക്ക് ചോദ്യം വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കും, കുറച്ചുകൂടെ മനസ്സിലാകും. എന്നാലും ടീച്ചർ ഒന്നുകൂടി പറയുന്നു, ഇത് ABCD എന്ന് പറഞ്ഞൊരു പാരലോഗ്രാമാണ്. ഇതിന്റെ ഒരു ഡയഗണൽ ആയിട്ടുള്ള BD നമ്മൾ വരച്ചാൽ ഇത് 2 ട്രയാങ്കിളുകളായിട്ട് മാറുന്നത് കാണാം. ഈ 2 ട്രയാങ്കിളുകൾ അഥവാ ത്രികോണങ്ങള് ഈക്വൽ ആണെന്ന് നമ്മൾ ഒന്നാമത്തെ പാഠത്തിൽ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നോക്കൂ, ഇതിന്റെ ബേസ് ബിയും ഈ ഒരു സൈഡ് ബിയും ഈ ബിയിൽ നിന്ന് ഓപ്പോസിറ്റ് സൈഡിലേക്കുള്ള അകലം എച്ചുമാണെങ്കിൽ ഈ ചെറിയ ട്രയാങ്കിളിന്റെ ഒന്നാമത്തെ ട്രയാങ്കിളിന്റെ ഏരിയ എന്ന് പറയുന്നത് അര BH ആയിരിക്കും. ഹാഫ് BH ആണ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് ട്രയാങ്കിളിന്റെ ഏരിയ കാണാൻ.
ഇത് h ആണെങ്കിൽ ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ഹൈറ്റും എന്ത് തന്നെയായിരിക്കും? h തന്നെയായിരിക്കും. പാരലോഗ്രാം അഥവാ സാമാന്തരികമായതിനാൽ ഇത് b ഉണ്ടെങ്കിൽ ഇതും എത്രയായിരിക്കും? b ആയിരിക്കും. അപ്പോൾ രണ്ടാമത്തതിന്റെ ഏരിയ എന്ന് പറയുന്നതും എത്രയായിരിക്കും? ഹാഫ് BH. ഈ രണ്ട് ട്രയാങ്കിളുകൾ കൂടി ചേർന്നിട്ടാണല്ലോ ഈ ഒരു പാരലോഗ്രാം അഥവാ സാമാന്തരികം ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ പാരലോഗ്രാമിന്റെ ഏരിയ ഈക്വൽ ടു ഹാഫ് BH പ്ലസ് ഹാഫ് BH ഈക്വൽ ടു 1 BH അഥവാ BH എന്ന രീതിയിൽ നമുക്ക് കിട്ടും. അപ്പോൾ പാരലോഗ്രാമിന്റെ ഏരിയ കാണാൻ രണ്ട് തരത്തിൽ ടീച്ചർ പഠിപ്പിച്ചു. ഒന്ന്, ഒരു റെക്ടാങ്കിളിന്റെ ഏരിയയിൽ നിന്ന് പാരലോഗ്രാമിന്റെ ഏരിയ കാണാൻ പഠിച്ചു. കൂടാതെ ഒരു പാരലോഗ്രാമിനെ തന്നെ രണ്ട് ട്രയാങ്കിളുകളാക്കി വിഭജിച്ചാൽ നമുക്ക് അതിന്റെ ഏരിയ കാണാൻ പഠിച്ചു. അതേപോലെ തന്നെയാണ് എന്തിന്റെയും കാണുക? റോംബസിന്റെയും കാണുക. ഇനി നമുക്ക് അടുത്ത വീഡിയോകളിലായിട്ട് ഇത് നമ്മൾ കാർഡ്ബോർഡിൽ ഇപ്പോൾ വെട്ടി ഒട്ടിച്ചതാണ് എന്നുണ്ടെങ്കിൽ അടുത്തത് നമുക്കിത് ചിത്രം വരയ്ക്കാൻ, നമുക്ക് അളവെടുത്ത് വരയ്ക്കാൻ പറയും. ഒരേ ഏരിയ വരുന്ന പാരലോഗ്രാമും റെക്ടാങ്കിളും വരയ്ക്കുക, ഒരേ ഏരിയ വരുന്ന റെക്ടാങ്കിളും റോംബസും വരയ്ക്കുക. ഇത് 9ാം ക്ലാസ്സിലേക്കുള്ള കൺസ്ട്രക്ഷന്റെ തുടക്കമാണ്. 8ാം ക്ലാസ്സിൽ സെക്കൻഡ് പാർട്ടിൽ നിങ്ങൾക്ക് തുടങ്ങിയിരിക്കുന്നത്. 9ലും 10ലും നമ്മൾ ഒരേ ഏരിയ വരുന്ന വ്യത്യസ്ത രൂപങ്ങളെ നമ്മൾ പരിചയപ്പെടും. അപ്പോൾ അതിന്റെ ബേസ് ആണ് 8ാം ക്ലാസ്സിൽ ഒരേ ഏരിയ വരുന്ന റെക്ടാങ്കിളും പാരലോഗ്രാമും, ഒരേ ഏരിയ വരുന്ന റെക്ടാങ്കിളും റോംബസും. അതാണ് അടുത്ത വീഡിയോയിൽ ടീച്ചർ പറയുക. പിന്നത്തെ വീഡിയോയിൽ ഇതുമായി ബന്ധപ്പെട്ട ടെക്സ്റ്റ് ബുക്കിലെ കണക്കുകളിലൂടെ നമുക്ക് പോകാം. അപ്പോൾ നിങ്ങളിത് കാർഡ്ബോർഡിലൊന്നും വെട്ടേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ നോട്ട്ബുക്കിലെ സാധാരണത്തെ പേജ് വെട്ടി നിങ്ങൾ ഇതേപോലെ ഒട്ടിച്ചാൽ മതി. നിങ്ങൾക്ക് കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, ബൈ.